നോക്കൂ, ഇതൊരു എത്രത്തോളം വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ്. ഒന്നുകിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ PMC പദ്ധതി LDF സർക്കാർ ഒപ്പുവെച്ചപ്പോൾ അത് രഹസ്യമായാണ് ഒപ്പുവെച്ചത്. അത് ആ സർക്കാരിൻ്റെ രാഷ്ട്രീയമായ തെറ്റായ തീരുമാനമായിരുന്നു. ഞാൻ അന്നും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട മീറ്റ് ദി എഡിറ്റേഴ്സിലൊക്കെ തന്നെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. LDF സർക്കാരിനെ സംബന്ധിച്ച് PMC ഒപ്പുവെക്കാനുണ്ടായ ആ തീരുമാനം അത് തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. ആ തെറ്റായ തീരുമാനം കൊണ്ട് തന്നെയാണ് അത് പിൻവലിക്കേണ്ടിയും വന്നത്. അപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്താണ്? BJPയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ സർക്കാർ ഈ തീരുമാനമെടുത്തത്. ഇത് CPMൻ്റെ നയമല്ല. ഇനി KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? ഒരു BJP സർക്കാരിനേക്കാൾ ആത്മാർത്ഥതയോടെയാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ നയങ്ങൾ ഇവിടെ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്? RSSൻ്റെ അജണ്ട നടപ്പാക്കുന്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PM-ശ്രീ കേരളത്തിൽ നടപ്പാക്കാനാകില്ല, അത് അംഗീകരിക്കാനാകില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയാണ്. ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ അത് നേരെ വിഴുങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങളിത് നടപ്പാക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് നടപ്പാക്കിയേ പറ്റൂ എന്നങ്ങ് പറയാണ്. പക്ഷേ അങ്ങനെ നടപ്പാക്കേണ്ട ഒരു കാര്യവും കേരളത്തിനില്ല എന്നുള്ളതാണ്. അതിൽ നിയമപരമായിട്ടാണെങ്കിലും അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും കേരളത്തിന് നടപ്പാക്കേണ്ട ഒരു ബാധ്യതയുമില്ല. ഇത് നടപ്പാക്കാനാകില്ല എന്നൊരു കത്ത് തിരിച്ച് നൽകിയാൽ, ഒരു മറുപടി കേന്ദ്രത്തിന് നൽകിയാൽ തീർന്നു അവിടെ. PMC നടപ്പാക്കാനാകില്ല. മാത്രമല്ല PM-ശ്രീ 2027 മാർച്ച് മാസത്തോടുകൂടി PMC അവസാനിക്കുകയാണ്. ഇനി PM-ശ്രീയിൽ എത്ര പണം കിട്ടും കേരളത്തിന്? ഇനി PM-ശ്രീയിൽ എത്ര സ്കൂളുകൾ തിരഞ്ഞെടുത്ത് കേന്ദ്രത്തെ അറിയിച്ചാൽ തന്നെ എത്ര സ്കൂളുകൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കും? ഇനി അത് അംഗീകരിച്ചാൽ തന്നെ എത്ര പണം കിട്ടും? ഇനിയിപ്പോൾ 1 കോടി രൂപയാണ് ഒരു സ്കൂളിന് കിട്ടുന്നതെങ്കിൽ 40 ലക്ഷം രൂപ കേരളം കൊടുക്കണം. ഏതാണ്ട് 60% മാത്രമേ കേന്ദ്ര സർക്കാർ പണം നൽകൂ. അതുകൊണ്ട് PMCയുടെ ഭാഗമായി കിട്ടുന്ന പണത്തിനൊക്കെ തന്നെ കേരളത്തിനും വലിയ സാമ്പത്തിക ബാധ്യത വരും. അതുകൊണ്ട് ഇത് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തകർച്ചയുടെ ഒരു തീരുമാനം കൂടിയായിരിക്കും ഈ PM-ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള UDF സർക്കാരിൻ്റെ നിലപാട് എന്നുകൂടി ഞാൻ പറയുകയാണ്.